ഹായ്, എല്ലാവർക്കും ജയാസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് മീൻ വാഴ ഇലയിൽ പൊള്ളിച്ചതാണേ. അപ്പം അതിനാവശ്യമായിട്ടുള്ള മസാലകളാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. മുളകും മല്ലിയും കൂടി മിക്സിയിൽ നന്നായിട്ട് അരച്ചിട്ട് വരാം. അടിച്ചെടുത്തിട്ടുള്ള മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് പുളി ഇട്ടും ടേസ്റ്റിയാണ്. ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ടിത് മിക്സ് ചെയ്തിട്ട് മീനിലേക്ക് ഒന്ന് പുരട്ടി 20 മിനിറ്റ് നമുക്ക് മസാലകളെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. മസാലകളെല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട്. മീനും മസാലയും കൂടി ഒരു 10-20 മിനിറ്റ് ഇരുന്ന് നന്നായിട്ട് പിടിക്കട്ടെ. പിടിച്ചതിന് ശേഷം നമുക്ക് മീൻ പൊള്ളിച്ചെടുക്കാം. നമുക്ക് മീൻ പൊള്ളിക്കാനായിട്ട് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. മസാലകളെല്ലാം ഒരുവിധം 20 മിനിറ്റിന് ശേഷം ആണ് വയ്ക്കാൻ പോകുന്നത്. മസാലകളെല്ലാം ഒരുവിധം പിടിച്ചിട്ടുണ്ട്. മസാലക്കൂട്ട് റെഡിയാക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മൂത്ത് കാണട്ടെ. ചില ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടെടുക്കുമ്പോൾ പെട്ടെന്ന് ഉള്ളി വെന്ത് വരും. തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയും ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി നല്ല പേസ്റ്റ് രൂപത്തിലേക്ക് ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ശകലം മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മസാല വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മീൻ പൊള്ളിച്ചത് വെച്ച് കൊടുക്കാം.
മീനിന് മുകളിലും കുറച്ച് മസാല വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇല മടക്കി പൊതിയാം. ബാലൻസ് മീൻ ഞാൻ ഒറ്റ ഇലയിലാണ് മസാല അടിയിലിട്ടിട്ടുണ്ട്. ഇനി മീതിയും കൂടി കുറച്ച് മസാല ഇട്ടിട്ട് ഇത് നന്നായിട്ട് മടക്കി കെട്ടി അടുപ്പത്തോട്ട് ചട്ടിയിൽ വെച്ച് കൊടുക്കണം. ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇലയിൽ പൊതിഞ്ഞ മീൻ, മസാലയും കൂട്ടി പൊതിഞ്ഞ മീൻ ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കാം. ഒറ്റ മീനായിട്ടും പൊതിഞ്ഞ് ഇതുപോലെ വയ്ക്കാം. പിന്നെ അല്ലാതെ 3-4 മീൻ ഇങ്ങനെ വാഴയിലയിൽ വെച്ച് കൊടുക്കാം. നമ്മുടെ സൗകര്യപ്രദമായിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെച്ച് കൊടുക്കാം. ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇലയിൽ പൊതിഞ്ഞ മീൻ, മസാലയും കൂട്ടി പൊതിഞ്ഞ മീൻ ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കാം. ഒറ്റ മീനായിട്ടും പൊതിഞ്ഞ് ഇതുപോലെ വയ്ക്കാം. പിന്നെ അല്ലാതെ 3-4 മീൻ ഇങ്ങനെ വാഴയിലയിൽ വെച്ച് കൊടുക്കാം. നമ്മുടെ സൗകര്യപ്രദമായിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെച്ച് കൊടുക്കാം. അങ്ങനെ മീൻ പൊള്ളിച്ചതിൻ്റെ ഫൈനൽ ലുക്കാണിത്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അവസാനം ഈ ലുക്കിലൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാന്നേ. വാഴയിലയുടെ ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയൊക്കെ ഇതിലുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു. അങ്ങനെ മീൻ പൊള്ളിച്ചതിൻ്റെ ഫൈനൽ ലുക്കാണിത്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അവസാനം ഈ ലുക്കിലൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാന്നേ. വാഴയിലയുടെ ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയൊക്കെ ഇതിലുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.